അല്ല ഞാൻ ലാജിക്കലായിട്ട് എന്താ പറയണ്ടേ? നിനക്ക് എന്താ അറിയണ്ടേ? ഞാൻ ദേശീയപ്പെണ്ണത് നീ കണ്ടിട്ടുണ്ട്? അതാരും കാണൂല്ല. അത് തരിയാവുന്ന ആളുകളാണ് കാണുന്നത്. ബൈജു സന്തോഷ് എന്താന്നറേ വണ്ടി ആകുമ്പോ തട്ടിന്ന് മുട്ടിന്നൊക്കെ ഇരിക്കും. അതിനിപ്പോ എന്ത്? സത്യം പറഞ്ഞ ഞാൻ വണ്ടി വളയ്ക്കാൻ നോക്കിയപ്പോ വളഞ്ഞില്ല. അതാണ് പറ്റുക. റിയാസ് ഖാൻ. ഹേ ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. ഇന്ന് എന്റെ ചിലവ്. എല്ലാവരും അടിച്ചു കയറി വാടോ. സുരേഷ് ഗോപി. മീഡിയ വണ്ണോ? ആളാവാൻ വരരുത് എൻ്റെ അടുത്ത്. ആളാവാൻ വരരുത്. ഇത് വലിയ വിഷയമാണ്. തനിക്ക് അറിയില്ല. ഉമ്മൻചാണ്ടി. അതായത് കട്ടപ്പ എന്ന് പറയുന്ന ബാഹുബലിയിലെ കട്ടപ്പയ്ക്ക് എങ്ങനെയാണ് കട്ടപ്പ എന്ന് പേര് വന്നതെന്ന് അറിയോ? കട്ടപ്പയുടെ പണ്ടത്തെ പേര് കുട്ടപ്പായി എന്നായിരുന്നു. അദ്ദേഹം അങ്ങ് കട്ടപ്പനയിലാണ് ജനിച്ചത്. മധു. തമാശയല്ല, ക്ഷണിക്കാൻ തന്നെയാണ് പോകുന്നത്. അയൽക്കാരെ ക്ഷണിക്കാതിരിക്കുന്നത് മര്യാദ കേട്ടാണ്. പണ ഉമ്മർ. കുട്ടിയുടെ പേരെന്ന് പറയും. ആമി. ആമി. ഞാനൊരു വികാര ജീവിയാണ്. ഈ ലൈറ്റും വെളിച്ചവും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്റെ വികാരത്തെ നിന്നെ എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ. അതായത് വളരെ സീരിയസ് ആയിരുന്നു ഒരു കാര്യം പറയുന്നത്. ഒരുപാടുണ്ട്. എല്ലാവരും ദയവ് ചെയ്ത് എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് പറയുന്നത് കേൾക്കുക. അത് ഈ അവർക്ക് മുട്ട രാജേന്ദ്രൻ. எல்லாமே புரிஞ்சிடும் தம்பி. ஒரு ஓடிக்கு என்ன முக்கிய தெரியுமா? நடை உடை பாவனை. ആറാട്ടമ്മ. കണ്ടിട്ടില്ല. ഇല്ല ക്രഷുണ്ടാ? ഇല്ല. നമ്പർ തരുവാ? ചിരിച്ചിട്ടുണ്ടാ? സെറ്റായി. ആദ്യമായിട്ടാണ് ഞാൻ വെർജിനല്ല. കുട്ടിക്കൊണ്ടോ തോന്നുന്നുണ്ടോ? എന്റെ മോനെ, ഇതൊക്കെ ഇവിടുന്ന് വരുന്നേ? എനിക്കറിയില്ല. ഇതൊക്കെ എങ്ങനെ പഠിക്കാനുണ്ടായ ഒരു ഇത്? പഠിക്കാനുണ്ടായെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ സാറന്മാരൊക്കെ കളിയാക്കുമല്ലോ. അങ്ങനെ കളിയാക്കി സാറുമാരെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയതാണല്ലേ? എല്ലാ സാറന്മാരെയും വെറുപ്പിച്ച് വെച്ചേക്കായിരുന്നു. ഇന്ന സാറുമാരൊക്കെ ഇത് കാണുന്നുണ്ട്. സാറന്മാർ എനിക്ക് മെസ്സേജ് അയക്കും. ഇങ്ങനെ തുംസപ്പ് കാര്യങ്ങളൊക്കെ അയക്കും. എല്ലാവർക്കും സന്തോഷമാണ്. നിലവില് ഈ മിമിക്രി അല്ലാതെ ഇർഷാദ് എന്താ ചെയ്യുന്നേ? ഞാനിപ്പം UK എഞ്ചിനീയറിംഗ് കോളേജ് പാരിപ്പള്ളിയിൽ ഡിപ്ലോമയ്ക്ക് പഠിക്കാൻ ഫസ്റ്റ് ഇയർ. പക്ഷെ ഏതോ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിന്നോ? എന്തൊക്കെയാ പറയുന്നത്? അറിയാത്ത കാര്യങ്ങൾ. ഞാന് +2 പഠിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ എനിക്കറിയാവുന്നൊരു ചേട്ടൻ ഫ്ലവേഴ്സിലുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു എനിക്ക് മൾട്ടിമീഡിയയ്ക്ക് ഒരു സീറ്റ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം താൽക്കാലികമായിട്ട് എവിടെയെങ്കിലും ഒരു സീറ്റ് എടുത്ത് ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ താൽക്കാലികമായിട്ട് ഇവിടെ സംസ്കൃത കോളേജിൽ എറണാകുളത്ത് ഒരു സീറ്റ് എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളീനെ പുറത്താക്കി. അപ്പം എനിക്ക് ഊക്ക് കിട്ടി. എനിക്കിപ്പോൾ സ്ഥലമില്ല. അങ്ങനെ ഞാൻ ഈ സംസ്കൃത കോളേജിൽ ചെന്ന് കയറി കൊടുത്തു. അവിടെ പോയപ്പോൾ ഓരോ സബ്ജക്റ്റ് മാറുമ്പോൾ അടുത്ത സബ്ജക്റ്റ് സംസ്കൃതം. കൈ നോക്കാനൊക്കെ പഠിപ്പിക്കുക. അങ്ങനെ 6 മാസമായപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പണി വേണ്ട. അങ്ങനെ ഞാൻ നിർത്തി. എന്നിട്ട് ഇപ്പം എഞ്ചിനീയറിംഗിന് പോകും. അവിടെ പോയപ്പോൾ ഫുള്ള് മാത്സ്. ഇപ്പൊ സമാധാനമായില്ലേ?